ഹലോ കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ, ആഴ്ചയിൽ ഒന്നോ ഇല്ല മാസത്തിൽ ഒന്നോ ഇല്ല ഒന്നിടവിട്ട് ചെയ്യണോ, എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത്? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർന്നു പൊങ്ങുന്ന പലതരം ചിന്തകളും സംശയങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച അടിസ്ഥാനമായിരിക്കുന്നത്. അപ്പോൾ വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ചാനലിൽ നിങ്ങൾ പോയി നോക്കിക്കാണും, അവരെങ്ങനെയാണ് വീഡിയോ ഇടുന്നത്, എത്ര ദിവസത്തിലൊരിക്കലാണ് വീഡിയോ ഇടുന്നത്. അങ്ങനെ അത് നോക്കാത്തവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നിങ്ങൾ കുറേ പേര് ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞ വീഡിയോസ് കുറച്ച് മിസ് ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് വിട്ടുപോയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് പേര് പുതിയ യൂട്യൂബേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലെത്തും എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മളിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വന്നിട്ട് സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അനുസരിച്ചാണോ ചാനലിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്? പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പലരും പല രീതിയിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനിയും വീണ്ടും ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുകയും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വന്നിട്ട് യൂട്യൂബ് ചാനലിൽ എത്ര വീഡിയോ ഇടണം, എങ്ങനെ ഇടണം, ഇതൊക്കെ നമ്മൾക്ക് ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മുടെ ചാനലിൽ എത്ര വീഡിയോസ് ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണോ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അത് അവർ തന്നെയായിരിക്കും. ഇപ്പോൾ എൻ്റെ ചാനലിൽ അത് തീരുമാനിക്കുന്നത് ഉറപ്പായിട്ടും ഞാൻ തന്നെയായിരിക്കും. കാരണം എൻ്റെ ചാനലിൽ എത്ര വീഡിയോസ് ഇടണം, എങ്ങനെ ഇടണം എന്നൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണ ചെയ്യാം, മാസത്തിലൊരിക്കൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കാണാതിരുന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട്. ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ രാത്രി 1 മണിക്കാണ്. കാരണം എനിക്ക് രാവിലെ വർക്കിന് പോകുന്ന ആളാണ്. അപ്പോൾ എത്ര ലേറ്റായാലും ഞാൻ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഓർക്കും. പുതിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവർ, സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ കൂടി ഞാൻ പഠിച്ച പാഠങ്ങൾ, എത്ര രാത്രിയിൽ താമസിച്ചാലും ഞാനത് വീഡിയോ തയ്യാറാക്കി എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് കിടക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളും അതുപോലെ എന്നെ തിരിച്ചും നിങ്ങളുടെ സ്നേഹത്തിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതിൽ എത്ര വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ടല്ലേ. അപ്പോൾ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരോട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ നിങ്ങൾ ഡെയിലിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും പറ്റുമെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. നിങ്ങൾക്ക് അതിൽ കൂടെ യൂട്യൂബിൽ നിന്നും പ്രയോജനങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷനിലോ സജഷനിലോ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കണമെങ്കിലും നല്ല റീച്ച് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സാധാരണ ഒരു സംശയം ചോദിക്കാറുണ്ട്, അതായത് എല്ലാവരോടും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വലിയ യൂട്യൂബേഴ്സ് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവർ വല്ലപ്പോഴും ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് അവർക്ക് ധാരാളം വ്യൂസും ഇൻകമും ഒക്കെ വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവരെന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ആഴ്ചയിൽ പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും സെർച്ചിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചാനലുകാർ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നു എന്ന് കരുതിയിട്ട് ഒരു കാര്യവുമില്ല. അവരെന്ത് കണ്ടൻറ് ഇട്ടാലും അവരുടെ വീഡിയോ വന്നിട്ട് യൂട്യൂബിൻ്റെ ഇംപ്രഷനിൽ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് എല്ലായിടത്തും പോയി മാക്സിമം ആളുകൾ അവരുടെ ഫേസ് വാല്യൂ വെച്ചിട്ട് അവരുടെ വീഡിയോസ് കൊള്ളില്ലെങ്കിൽ പോലും അവരുടെ വീഡിയോസ് കാണുകയും നല്ല കമൻസ് ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നവർ ഇതും നോക്കിയിരുന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എന്നും വീഡിയോസ് ഇടണം. പക്ഷേ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ
അത് നിങ്ങളുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റീനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള വീഡിയോസ് വേണം ചെയ്യാൻ. അപ്പം നമ്മളുടെ ചാനലിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഡെയിലി വീഡിയോസ് ഇടണോ വേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ചെയ്യുന്നത് വന്നിട്ട് യൂട്യൂബിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പം ആകെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഇതിന് ഒരു 3-4 മണിക്കൂർ മെനക്കെട്ടാൽ എനിക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ചില ആളുകൾ ചെയ്യുന്ന ഈ എക്സ്പെരിമെൻറ്റ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് മെനക്കെട്ട് അവർ വീഡിയോ ഒക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് അത് ഡെയിലി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്നും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് നമ്മൾ കരുതണ്ട. പിന്നെ ഡെയിലി വേണോ ആഴ്ചയിൽ വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളുടെ കാറ്റഗറീനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പിന്നെ ചില വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞ പോലെ 2-3 ദിവസമൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടത്. പിന്നെ എല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി പെട്ടെന്ന് എഡിറ്റും ചെയ്ത് റെക്കോർഡും ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ അത് നമ്മുടെ ചാനലിനെയും കഷ്ടപ്പാടിനെയും ബഹുമാനിക്കാത്തത് പോലെ ആകും. അപ്പോൾ ഉറപ്പായും വന്നിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് ഏത് രീതിയിലുള്ള വീഡിയോ എന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 വീഡിയോസേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഇട്ടാലോ അല്ലെങ്കിൽ 2-3 വീഡിയോസ് ആഴ്ചയിൽ ഇട്ടാലോ ഏർണിങ്സ് കൂടുതൽ കിട്ടും എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പലരും എന്താ വിചാരിക്കുന്നത്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അത് അവർ നമ്മളുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് എന്ത് വന്നാലും ഒരുപാട് വ്യൂസ് ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും. പക്ഷേ ഇതൊരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് വന്നിട്ട് വൈറലായാൽ ഏർണിങ്സിൻ്റെ കാര്യം അത് എന്ത് പറ്റുന്നുള്ളത് നമ്മളുടെ വീഡിയോ അടിസ്ഥാനപ്പെടുത്തി എന്ത് റീച്ചിൽ അത് പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ചിലപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ റീച്ച് വളരെയധികം എത്തുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് നല്ലവണ്ണം നമ്മളുടെ ഏർണിങ്സ് മോണിറ്റൈസ് ആയവരാണെങ്കിൽ നമ്മുടെ ഏർണിങ്സ് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ അടുത്തത് വന്ന് നമ്മളുടെ വീഡിയോൻ്റെ ക്വാണ്ടിറ്റി, എത്ര വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ തട്ടിക്കൂട്ടൊക്കെ ചെയ്ത് നല്ല ആവേശത്തോടെ ഒരുപാട് വീഡിയോ അങ്ങനെ വാരി വലിച്ചിടുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെയും വന്നിട്ട് വൃഥാ വേല, പാഴ്വേലയായിട്ട് മാറും. അപ്പോൾ യൂട്യൂബെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ വന്നിട്ട് ധാരാളം ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി കണ്ടൻറ്റാണ്. അത് യൂട്യൂബ് വന്നിട്ട് എത്ര ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണം എന്നുള്ളത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടാലേ വന്ന് യൂട്യൂബ് സക്സസ് ആവുകയുള്ളൂ. അതായത് തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും നമ്മളിപ്പം അറിഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും, ഇല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ മാറി നിന്നിട്ട് വല്ലപ്പോഴൊക്കെ ഇട്ടാൽ നമ്മളുടെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മളെ മറന്നിട്ട് നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സബ്സ്ക്രൈബർ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ കഴിയുന്നത് നല്ല ക്വാളിറ്റി വീഡിയോസ് എന്നും പറ്റിയാൽ ഡെയിലി നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത് വരെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിനൊക്കെ ഒരു മറുപടി കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഞാൻ എന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വീഡിയോസ്, നല്ല പ്രയോജനകരമായിട്ടുള്ള വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ രാവിലെ 9 മണിക്ക് പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുപോലെ ഇന്നും വൈകുന്നേരം 6 മണിക്ക് നമ്മൾക്ക് ടെക്കി ലേഡിയിൽ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം ലൈവിൽ എന്നെ വന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഫാമിലി ലൈവിൽ വന്ന് ചേർന്നിട്ട് ഞങ്ങളൊക്കെ നല്ല രീതിയിലൊരു വലിയൊരു ഫാമിലി ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ധാരാളം പേര് വന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ പഴയ വീഡിയോസിൽ നിന്നൊക്കെ ഉള്ള ധാരാളം സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിയുന്നതും പലരും എന്നോട് പറഞ്ഞു അവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോസാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പും ധാരാളം വീഡിയോസിൽ ഒരുപാട് പേർക്ക് ഈ വാച്ച് അവേഴ്സിനെ കുറിച്ചും വ്യൂസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പല വീഡിയോസായിട്ട് ഞാൻ മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഒരു 60 വീഡിയോസിന് പുറത്ത് ഞാനിപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം
പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തവണ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോലും രണ്ടാമതൊരു തവണയും കൂടെ വീഡിയോ മുഴുവനുമായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾക്ക് ഇതിലെ യൂട്യൂബിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നമ്മൾക്ക് വലിയ പരിക്കൊന്നും പറ്റാതെയും പണി കിട്ടാതെയും നമ്മൾക്ക് രക്ഷപ്പെട്ടു പോയി നമ്മുടെ ചാനലിനെ വിജയത്തിലെത്തിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആവർത്തിച്ച് ഈ ഒരു കാര്യം തന്നെ പുതിയ യൂട്യൂബേഴ്സിനടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ 9 മണിക്ക് എല്ലാ ദിവസവും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.